എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. മുസിരിസിന്റെ തീരത്ത് ബോട്ട് ജെട്ടികൾ കാത്തിരിപ്പാണ്. ഇനിയും വന്നെത്താത്ത ജലയാനങ്ങൾക്കായി. മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി തൃശൂർ, എറണാകുളം ജില്ലകളിലായി കോടികൾ ചിലവഴിച്ചു നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ നോക്കുകുത്തികളായി മാറുകയാണ്. കനോലി കനാലിന്റെ തീരത്ത് വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ ഒന്നുപോലും ഇതുവരെ ഉപയോഗിക്കാനായിട്ടില്ല. കാഞ്ഞിരപ്പുഴയോരത്ത് കോട്ടപ്പുറം ആംഫി തിയേറ്ററിനോട് ചേർന്നുള്ള ബോട്ട് ജെട്ടിയിൽ മാത്രമാണ് നിലവിൽ ജലയാനങ്ങൾ വന്നെടുക്കുന്നത്. കനോലി കനാലിനോട് ചേർന്ന തിരുവഞ്ചിക്കുളം കനാൽ ഓഫീസ് പരിസരം, കോട്ടപ്പുറം കോട്ട, മതിലകം തുടങ്ങി വിവിധയിടങ്ങളിൽ കോടികൾ ചിലവഴിച്ചു നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ ഉപയോഗശൂന്യമായ നിലയിലാണ്. കോട്ടപ്പുറത്തു നിന്നും കനോലി കനാൽ വഴിയുള്ള ജലയാത്ര ലക്ഷ്യമിട്ടാണ് ഇവിടങ്ങളിൽ ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചത്. ചരിത്ര സ്മാരകങ്ങളെ ജലമാർഗം വഴി ബന്ധിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കും. നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞാണ് ബോട്ട് ജെട്ടികൾ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഇതുവഴി ബോട്ട് സവാരി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോട്ടപ്പുറം കായലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജലഗതാഗതം നടത്തിയിരുന്ന ഒരു ജലസ്രോതസ് തന്നെയായിരുന്നു ഈ തിരുവഞ്ചിക്കുളം കിഴക്കനടയിലുള്ള ഈ പുഴയോരം. ഒത്തിരി വള്ളങ്ങളും വഞ്ചികളും ബോട്ടുകളും ഒക്കെ അടുത്തിരുന്ന ഒരു ജെട്ടിയായിരുന്നു ഈ ഭാഗത്ത്. അത് ഇപ്പോൾ വീണ്ടും പുനർനിർമ്മിച്ചു. നല്ല രീതിയിലുള്ള ഒരു ബോട്ട് ജെട്ടി നിർമ്മാണം, ഒത്തിരി ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ട് നല്ലൊരു ബോട്ട് ജെട്ടി ഇവിടെ നിർമ്മിച്ചു. പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ പുനർനടപടികളൊന്നും നടന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്തിനു വേണ്ടിയാണോ ഈ ബോട്ട് ജെട്ടി ഇവിടെ നിർമ്മിച്ചത്, ആ രീതിയിലുള്ള യാതൊരുവിധ പ്രവർത്തനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മുസ്ലിസിൻ്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് വെറുതെ പട്ടികൾക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് മറ്റു മാർഗങ്ങളില്ലാത്ത ആളുകൾ വന്ന് വിശ്രമിക്കുന്നതും പട്ടികളും പൂച്ചകളും വന്ന് കിടക്കുന്ന ഒരു ഏരിയ മാത്രമായിട്ട് ഇത് ഒതുങ്ങി നിൽക്കുകയാണ്. ഇന്ന് അതുമാത്രമല്ല, ഇവിടെ കനാൽ ഓഫീസുണ്ട്. അതിൻ്റെയും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ടും അതെന്തിനു വേണ്ടിയാണോ ആ ഒരു ഓഫീസ് പണിതത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ ആശങ്കയുണ്ട്. കാരണം ഒരു ബാത്റൂം വരെയും ഇന്ന് ഈ കനാൽ ഓഫീസിൽ ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വഴി, സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കോടികൾ ചെലവഴിച്ച് ഒരു ബോട്ട് ജെട്ടിയും ഒരു കനാൽ ഓഫീസും ഇവിടെ പണിതു എന്നുള്ളതല്ലാണ്ട് അതും എവിടെയോ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു എന്നുള്ളതാണ്. അതും ഏതൊക്കെയോ വഴിക്ക് അറിയുന്നു എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത് പണിതത്, എന്താണ് ഇതിൻ്റെ ഉപയോഗം, എത്ര കോടികൾ ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ കണക്കും ഇവിടുത്തെ സമൂഹങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. ഈ ജനങ്ങൾ മുഴുവനും വളരെ ആശങ്കയിലാണ്. നാടിന് ഏറെ പ്രതീക്ഷകൾ സമ്മാനിച്ചാണ് മുസിരിസ് പൈതൃക പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച ജലയാത്ര ഇനിയും പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല.